സ്വന്തമായി പിൻ നമ്പറുള്ള 2 പേരേയുള്ളൂ ഭാരതത്തിൽ. ഒന്ന് രാഷ്ട്രപതിയും മറ്റൊന്ന് ശബരിമലയിലെ സാക്ഷാൽ അയ്യപ്പസ്വാമിയും. അയ്യന്റെ പോസ്റ്റ് ഓഫീസിന് ഇന്ന് 50ാം പിറന്നാളാണ്. സ്വാമി ശരണം. സ്വാമി അയ്യപ്പന്റെ സ്വന്തം പോസ്റ്റ് ഓഫീസിന് ഇന്ന് 50 വയസ്സാവുകയാണ്. 1974 നവംബർ 19-നാണ് സന്നിധാനത്ത് പോസ്റ്റ് ഓഫീസ് നിലവിൽ വന്നത്. ഇനി അതിന്റെ വിശേഷങ്ങളിലേക്കാണ്. വർഷത്തിൽ 3 മാസം മാത്രം പ്രവർത്തിക്കുന്ന പോസ്റ്റ് ഓഫീസ്, അതാണ് ഈ സന്നിധാന പോസ്റ്റ് ഓഫീസിന്റെ പ്രത്യേകത. കലിയുഗവരദനായ അയ്യപ്പസ്വാമിക്ക് കത്തയക്കണമെങ്കിൽ സ്വാമി അയ്യപ്പൻ ശബരിമല 689713 എന്ന മേൽവിലാസത്തിൽ പോസ്റ്റ് ചെയ്യാം. അത് സ്വാമിക്ക് മുന്നിലെത്തും. ഇവിടെ നിന്നും അയ്യപ്പസ്വാമിയുടെ മുദ്രയുള്ള സീലോടെ വീടുകളിലേക്കും ഭക്തർക്ക് കത്തയക്കാം. ഈ കത്തിടപാട് തുടങ്ങിയിട്ട് ഇന്ന് 50 കൊല്ലമായി. കത്തയക്കുന്നത് കൂടുതലും പോസ്റ്റ് കാർഡുകളാണ് ഇവിടുന്ന് അയക്കപ്പെടുന്നത്. കാര്യം വളരെ ചീപ്പായിട്ട് കിട്ടുന്നുണ്ട്. മാത്രമല്ല ഒരുപാട് പേർക്ക് അവർക്ക് അയക്കാനും പറ്റുന്നുണ്ട്. കാര്യം അയ്യപ്പൻ്റെ സ്റ്റാമ്പ് സീൽ ചെയ്ത മുദ്രയുള്ള ഒരു പോസ്റ്റ് കാർഡ് അവർക്ക് വീട്ടിലെയും സുഹൃത്തുക്കൾക്കുമൊക്കെ അയച്ചു കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഇവിടുത്തെ ഡെലിവറി മിക്കവാറും എല്ലാം അയ്യപ്പനാണ് വരുന്നത്. പിന്നെ എക്സിക്യൂട്ടീവ് ഓഫീസിലേക്കും അങ്ങനെയൊക്കെ 2-3 കുറച്ച് കത്തുകൾ വരാറുള്ളൂ. എന്നാലും അയ്യപ്പൻ്റെ കത്തുകളാണ് കൂടുതലും വരുന്നത്. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നത് കൂടുതലും കല്യാണക്കുറികൾ, പാലുകാച്ചിനുള്ള ക്ഷണങ്ങൾ, പിന്നെ അയ്യപ്പന് സുഖമാണോ എന്നൊക്കെ തിരയുകൊണ്ട് കൊച്ചുക്കളൊക്കെ അയക്കുന്ന, അങ്ങനെ പ്രായഭേദമന്യേ ഒരുപാട് കത്തുകൾ വരാറുണ്ട്. ആഗ്രഹ പൂർത്തീകരണത്തിനടക്കം നിരവധി ഭക്തരാണ് അയ്യപ്പന്റെ സ്വന്തം പേരിൽ ഇവിടേക്ക് കത്തുകൾ അയക്കുന്നത്. സന്നിധാനത്ത് നിന്ന് തങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് കത്തയക്കുന്നവരും നിരവധി. ഇതിപ്പം ഞാനിപ്പോൾ ആദ്യമായിട്ട് എഴുതുവാണ്. അപ്പോൾ എനിക്കൊരു താല്പര്യം തോന്നി, അതുകൊണ്ട് എഴുതാനായിട്ട് വന്ന. അതെ, അതൊരു ഭയങ്കര ഭാഗ്യമാണ്. ഇപ്പം ഇവിടെ തന്നെ ജോലി ചെയ്യാന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര ഭാഗ്യമാണ്. അപ്പോൾ അതോടൊപ്പം തന്നെ ഇവിടെ വന്ന് ഇങ്ങനെ ഒരു കത്തയക്കുമ്പം, ഇവിടുന്ന് ഒരു കത്ത് ചെല്ലുമ്പോൾ നമുക്ക് അത്രയൊരു ഒരു സംതൃപ്തി കിട്ടുന്നു മാനസികമായിട്ട്. കൊല്ലം പോസ്റ്റൽ സൂപ്രണ്ടിന്റെ അധികാരപരിധിയിൽ 50 വർഷം മുൻപ് നിലവിൽ വന്ന ശബരിമലയിലെ പോസ്റ്റ് ഓഫീസിൽ ഇന്ന് പുതിയ കാലത്തെ പോസ്റ്റൽ ബാങ്കിംഗ് അടക്കമുള്ള എല്ലാ സംവിധാനങ്ങളുമുണ്ട്. ഇവിടെ നിന്ന് അക്കൗണ്ടുകൾ തുടങ്ങാം, പണം നിക്ഷേപിക്കാം, പിൻവലിക്കാം. മണ്ഡല മകരവിളക്ക് കാലം അവസാനിക്കുന്നതോടെ അടുത്ത മണ്ഡലകാലത്തിനു വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഇവിടെ എത്തുന്ന ഭക്തരും ജീവനക്കാരും. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുൾപ്പെടെ നിരവധി കത്തുകളാണ് അയ്യന്റെ സന്നിധിയിലേക്ക് എത്തുന്നത്. അയ്യന്റെ തിരുനടയിൽ നിന്നും വീടുകളിലേക്കും കത്തുകൾ അയക്കാൻ സാധിക്കും. എന്തായാലും 50ാമത്തെ വർഷത്തിലേക്ക് ഈ പോസ്റ്റ് ഓഫീസ് കടക്കുമ്പോൾ നിരവധി ഭക്തരാണ് ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ക്യാമറമാൻ സന്തോഷ് മണ്ണാർക്കാടിനൊപ്പം എം മനോജ്, ജനം, സന്നിധാനം.